വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിപ്പോ വയർമാൻ പെർമിറ്റിനും പിന്നെ ടെക്നിക്കൽ PSC ടെസ്റ്റുകൾക്കും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുടെ 11ാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിന്ന് 131ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒരു 100 വാട്ട് 230 വോൾട്ടും 60 വാട്ട് 230 വോൾട്ടും ഉള്ള രണ്ട് ബൾബുകൾ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയി കണക്ട് ചെയ്താൽ ഏത് ബൾബായിരിക്കും കൂടുതൽ പ്രകാശം നൽകുന്നത്? അപ്പോൾ രണ്ട് ബൾബുകളുണ്ട്. ഒന്ന് 100 വാട്ടാണ്, ഒന്ന് 60 വാട്ടാണ്. രണ്ടിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് തന്നെയാണ്. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഏതായിരിക്കും? അപ്പോൾ സീരീസിനകത്തെന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതിനായിരിക്കും. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളതിന് കറണ്ട് കുറവായിരിക്കും, പവർ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ്, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അതിന് കൂടുതലും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ 60 വാട്ടിനാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് 60 വാട്ട് ബൾബ് കൂടുതൽ പ്രകാശിക്കും. അടുത്ത 131ാമത്തെ ക്വസ്റ്റ്യൻ. അമ്മീറ്റർ എന്തിന്റെ അളവ് എടുക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ടിന്റെ അളവ് എടുക്കുന്നതിനാണ്. അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു അമ്മീറ്റർ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഏത് രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്? അത് നമുക്ക് അറിയാം. അമ്മീറ്റർ എപ്പോഴും സീരീസ് ആയിട്ടും വോൾട്ട്മീറ്റർ എപ്പോഴും പാരലൽ ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ. 133ാമത്തെ ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോർമറിനുള്ളിൽ ഓയിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രാൻസ്ഫോർമറിലുള്ള ഓയിൽ എന്ന് പറയുന്നത് അതിന്റെ ഇൻസുലേഷനും അതോടൊപ്പം തന്നെ അതിന്റെ കൂളിംഗ് പർപ്പസിനും വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഇത് രണ്ടും രണ്ടായിട്ട് ചോദിച്ചേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും അത് ഇൻസുലേഷൻ പർപ്പസും കൂളിംഗ് പർപ്പസും തന്നെയാണ്. ഏതോ ഒരിക്കൽ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. എന്താണ് അവരുടെ ഉത്തരത്തിന്റെ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ടില്ല. എങ്കിലും രണ്ടും അതിന്റെ ഉപയോഗം തന്നെയാണ്. കൂളിംഗ് പർപ്പസും അതുപോലെ തന്നെ ഇൻസുലേഷൻ പർപ്പസും കൂടെയാണ്. കൂളിംഗ് പർപ്പസ് പറ്റുമെങ്കിൽ ആദ്യം എഴുതുക. ഓക്കെ. അടുത്ത ചോദ്യം 134ാമത്. സെല്ലുകൾ, അതായത് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്ന സാധനം സീരീസ് ആയും പാരലലായിട്ടും കണക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ 1 ആംപിയർ ഉള്ള കുറച്ച് സെല്ലുകളാണ് എടുത്തിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ 1 ആംപിയർ 2 വോൾട്ട് ഉള്ള ഒരു 5 എണ്ണം നമ്മൾ കണക്ട് ചെയ്യുകയാണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 1 ആംപിയർ കപ്പാസിറ്റിയിൽ തന്നെ 10 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അതേസമയം ഈ 2 വോൾട്ട് 1 ആംപിയർ ഉള്ള 5 ബാറ്ററികൾ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 2 വോൾട്ട് തന്നെ ആയിരിക്കും, പക്ഷെ ആംപിയർ 5 ആംപിയർ കിട്ടും. അപ്പോൾ അതിനർത്ഥം സീരീസ് ആകുമ്പോൾ വോൾട്ടേജ് കൂടുകയും കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ പാരലൽ ആകുമ്പോൾ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആവുകയും കറണ്ട് കൂടുകയും ചെയ്യും. ഇനി 135ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 ഫേസ് 5 HP മോട്ടോറിന്റെ ഏകദേശം ഫുൾ ലോഡ് കറണ്ട് എത്രയാണ്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സിംഗിൾ ഫേസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ ചെയ്ത് കളയരുത്. 3 ഫേസ് ആയതുകൊണ്ട് തന്നെ √3 എടുക്കണം. അപ്പൊ പവർ എന്ന് പറയുന്നത് √3 V × I × cos 5 ആണ്. നമുക്കിവിടെ cos 5 തൽക്കാലം വിടാം. അപ്പോ ഒരു 3 ഫേസ് ആയപ്പോ 415 വോൾട്ട് ആണ്. 5 HP ആയപ്പോ 750 തൊട്ട് നമുക്ക് തൽക്കാലം കൂട്ടാം. 750 × 5 എന്ന് പറയുമ്പോ 3750 വാട്ട്സ് ആണ്. 3750 ഡിവൈഡഡ് ബൈ 415 × √3 എന്ന് പറയുമ്പോൾ 1.732 ആണ്. അപ്പൊ നമുക്ക് ഏകദേശം 5.42 ആംപിയർ കിട്ടും. അപ്പൊ നമുക്ക് 6 ആംപിയർ എന്ന് നമുക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന്റെ ആൻസർ 6 ആംപിയർ ആണ്. 136ാമത്തെ ക്വസ്റ്റ്യൻ. കത്തിച്ചു വെച്ച ഒരു സോഡിയം വേപ്പർ ലാമ്പിന്റെ നിറം എന്തായിരിക്കും? നമ്മൾ പഴയ കാലത്തെ സ്ട്രീറ്റ് ലൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ് സോഡിയം വേപ്പർ ലാമ്പ്. അതിന് ഒരു ജാതി ഇളം മഞ്ഞ നിറമായിരിക്കും. 137. ഒരു ലെഡ് ആസിഡ് സെല്ലിന്റെ വോൾട്ടേജ് എത്രയായിരിക്കും? ലെഡ് ആസിഡ് സെല്ലിന് എപ്പോഴും നമുക്ക് നമ്മൾ 1-2 ക്വസ്റ്റ്യനുകളിലൊക്കെ കണ്ടിരിക്കുന്ന 2.1 വോൾട്ട്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ട് 2.2 വോൾട്ട് എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ 1-2 ക്വസ്റ്റ്യനുകളുടെ ഇതിൽ കണ്ടത് 2 വോൾട്ട് എന്നാണ്. നമുക്ക് അത് തന്നെ എഴുതാം, 2 വോൾട്ട്.
ഒരു 3 ഫേസ് സപ്ലൈ ഉള്ള വീട്ടിൽ സിംഗിൾ ഫേസ് ജനറേറ്റർ സ്ഥാപിച്ചാൽ സപ്ലൈ ചേഞ്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കേണ്ട ചേഞ്ച് ഓവർ എത്ര പോൾ ആയിരിക്കണം? നമുക്ക് 3 ഫേസ് ഉള്ളത് കൊണ്ട് 3 ഫേസിലേക്കും ഈ സിംഗിൾ ഫേസ് കണക്റ്റായി പോവേണ്ടതുള്ളത് കൊണ്ട്, ലൂപ്പായി പോവേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ 3 ഫേസിന്റെ തന്നെ 4 പോൾ വാങ്ങണം. അതായത് 3 ഫേസും ന്യൂട്രലും സെപ്പറേറ്റ് ആയിട്ട് ഒരു 4 പോൾ ചേഞ്ച് ഓവർ തന്നെ നമുക്ക് വാങ്ങണം. ഓക്കെ, 139ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു നിയോൺ ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന വോൾട്ടേജ് എത്രയാണ്? നമുക്ക് സിംഗിൾ ഫേസിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, 2 ഫേസുകൾ ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ടെസ്റ്ററിന്റെ കപ്പാസിറ്റി ചിലപ്പോൾ 500 വോൾട്ട് എന്നൊക്കെ കാണിക്കുമെങ്കിലും നമുക്ക് മാക്സിമം 240 അല്ലെങ്കിൽ 250 വോൾട്ടിനപ്പുറം ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. 140ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു CER 2010 റെഗുലേഷൻ പ്രകാരം ഏത് റൂളിലാണ് ഇൻസ്റ്റലേഷനിൽ ELCB സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? ഇപ്പൊ നമ്മൾ CER റൂൾ കുറെ ആയി, 54, 32 എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഇപ്പോ ELCBയെ കുറിച്ച് പറയുന്നത് 42ാമത്തെ റെഗുലേഷനിലാണ്. 141ാമത്തെ ക്വസ്റ്റ്യൻ, നിലവിൽ ഏറ്റവും അധികം ഊർജ്ജക്ഷമത നൽകുന്ന ലാമ്പ് ഏത്? അതായത് എഫിഷ്യൻസി നൽകുന്ന ലാമ്പ് ഏത്? അതായത് കുറഞ്ഞ പവറിൽ കൂടുതൽ വെളിച്ചം നൽകുന്ന ലാമ്പ് ഏതാണ്? നമുക്കറിയാം LED ലാമ്പുകളാണ്. 142ാമത്തെ ചോദ്യം, ഒരു സിംഗിൾ ഫേസ് മോട്ടോറും 3 ഫേസ് മോട്ടോറും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ത്? അതിന്റെ വർക്കിങ്ങിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങൾ കുറെ, ഓപ്ഷൻ കുറെ ഉണ്ടാവാം, എങ്കിലും നമുക്ക് നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് മോട്ടോറിന് സ്റ്റാർട്ട് ആവാൻ ഒരു കപ്പാസിറ്ററിന്റെ ആവശ്യമുണ്ട്. പക്ഷെ 3 ഫേസ് മോട്ടോറിന് അതിന്റെ ആവശ്യം ഇല്ല. ഒരു സിംഗിൾ ഫേസ് മോട്ടോർ തനിയെ സ്റ്റാർട്ട് ആകുന്നില്ല, പക്ഷെ 3 ഫേസ് മോട്ടോർ കപ്പാസിറ്ററിന്റെ ആവശ്യം ഇല്ലാതെ തന്നെ സ്റ്റാർട്ട് ആകുന്നു. 143ാമത്തെ ചോദ്യമാണിനി. ഒരു 3 ഫേസ് 433 വോൾട്ടേജ് ഔട്ട്പുട്ടുള്ള ട്രാൻസ്ഫോർമറിന്റെ ഒരു ഫേസിനും ന്യൂട്രലിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? എല്ലാവർക്കും പ്രശ്നം, പലരും അബദ്ധത്തിൽ ചെന്ന് വീഴും. 433 3 ഫേസ് എന്ന് പറയുമ്പോൾ 433 ഡിവൈഡഡ് ബൈ 3 എന്ന് കൊടുക്കും. അല്ല, 433 ഡിവൈഡഡ് ബൈ √3 ആണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഏകദേശം 240 വോൾട്ടിന് മുകളിലായിട്ട് വരും. കാര്യം 415 ബൈ √3 ആണ് 239.6 വരുന്നത്. 144ാമത്തെ ചോദ്യം, ICDPയുടെ പൂർണ്ണ രൂപം എന്ത്? ICDP എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്വിച്ച് ആണ്. അതിന്റെ പൂർണ്ണ രൂപം, ഫുൾ ഫോം എന്ന് പറയുന്നത് അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച് എന്നാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യം 145ാമത്തെ ചോദ്യമാണ്. ഒരു സർക്യൂട്ടിലെ പവർ ഫാക്ടർ മെച്ചപ്പെടുത്തുന്നതിന് കപ്പാസിറ്റർ ആ സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യണം? അപ്പോൾ ഒരു പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജിന് കറണ്ട് ഇടയ്ക്കുള്ള ഒരു ആംഗിൾ ആണ്. അതായത് നമുക്ക് ഇൻഡക്റ്റീവ് ലോഡുകളൊക്കെ വൈൻഡിങ്ങുള്ള സാധനങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പവർ ഫാക്ടർ കുറയും. അപ്പോൾ അവിടെ നമ്മൾ പവർ ഫാക്ടർ മെച്ചപ്പെടുന്നതിന് കപ്പാസിറ്റർ യൂസ് ചെയ്യണം. ആ കപ്പാസിറ്റർ എങ്ങനെ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊന്നുമില്ല, പാരലായിട്ട് തന്നെയാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോ 11ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ കമന്റുകൾ നേരിട്ടോ കമന്റ് ബോക്സ് വഴിയോ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിലൂടെ വേണം പരിഹരിക്കാനുള്ളത്. എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് 12ാമത്തെ വീഡിയോ വരുന്നവരെ താങ്ക് യു.